ഹലോ ഹായ് വെൽക്കം ബാക്ക്. ബെസ്റ്റ് ബാറ്ററിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരം. ഞാൻ കുറച്ച് ദിവസമായി ഇതിനെപ്പറ്റി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ആ പൈസ പോകുന്നത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗൂഗിൾ പേ, ഫോൺ പേ ആണ്. ഇതിൽ നമ്മുടെ ബാങ്കുകൾ ചെയ്യുന്ന ഒരു പരിപാടി, ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. രൂപേ ക്രെഡിറ്റ് കാർഡുകളാണ് ഈ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് ഒരുപാട് പേയ്മെന്റുകൾ നമുക്ക് അയക്കുന്നുണ്ട്. അപ്പം നമുക്കത് ക്രെഡിറ്റ് ആയ മെസ്സേജ് കറക്റ്റായിട്ട് വരും, ടിക്ക് മാർക്കൊക്കെ കാണും. പക്ഷേ പേയ്മെന്റ് ക്രെഡിറ്റ് ആവും ചെയ്യും. അപ്പം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ചു പോകും. പക്ഷേ എന്നാൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു MDR റിക്കവറി, MDR ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് പിടിച്ചു പോയി കണ്ടു ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ബാങ്കിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഗൂഗിൾ പേയിലേക്ക് പേയ്മെന്റ് ചെയ്യുന്ന ആ ചാർജാണ് ബാങ്ക് പിടിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ പൈസ വന്നതാണ്. അപ്പൊ നമുക്കത് ഏതാണ് കസ്റ്റമർ എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഒരുപാട് പേയ്മെന്റ് വരുമ്പോൾ നമുക്ക് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ പേയ്മെന്റ് അവർ പിടിക്കുന്നത്, പിന്നെ പേയ്മെന്റ് നമുക്ക് ക്രെഡിറ്റ് ആയി പിറ്റേ ദിവസം അല്ല, 2 ആഴ്ച കൂടുമ്പോൾ ഒരു 1 മന്തിലൊക്കെയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് കിട്ടും. അപ്പോൾ ഒരു 5 10 അങ്ങനത്തെ പേയ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് ബാങ്കിനോട് സംസാരിച്ചപ്പോൾ ബാങ്കും ഗൂഗിൾ പേയും തമ്മിൽ ആകെ അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത മാതിരിയാണ് സംസാരിക്കുന്നത്. പക്ഷേ സംഭവം കാര്യങ്ങൾ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും കൂടുതലായിട്ട് ഇപ്പോൾ കൊടുത്തു തുടങ്ങുന്നുണ്ട് ബാങ്കുകൾ. അതിനുള്ള കാരണം, ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതേമാതിരി പേയ്മെന്റുകൾ കിട്ടും. ക്രെഡിറ്റ് കാർഡ് അടയ്ക്കേണ്ടെന്ന്, ഫൈൻ അടയ്ക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് നടത്തുന്ന, സാധാരണ രീതിയിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ വിഷയമാണ്. ഈ പേയ്മെന്റ് പോകുന്നത് വലിയ എമൗണ്ടുകളൊക്കെ വരുമ്പോൾ, ഞാൻ ഇന്നാൾ ഒരു പേയ്മെന്റ്, ഒരു 30,000 പേയ്മെന്റ് ഒരാൾ അയച്ചു. അപ്പോൾ പേയ്മെന്റ് ആൾ സ്ക്രീൻഷോട്ട് അയച്ചു വന്ന് എനിക്ക് പേയ്മെന്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത്, വൈകുന്നേരമായിട്ട് പേയ്മെന്റ് വന്നില്ല. പിറ്റേ ദിവസം ആണ് ആ പേയ്മെന്റ് ക്രെഡിറ്റ് ആയത്. ക്രെഡിറ്റ് ആയ പേയ്മെന്റ് നോക്കിയപ്പോൾ അതിൽ 600 രൂപ കുറവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, എങ്ങനെയാണ് പേയ്മെന്റ് അയച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ക്രെഡിറ്റ് കാർഡ് വഴിയാണ് അയച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡ് വഴി അയച്ചിട്ടുള്ള പേയ്മെന്റുകൾ അങ്ങനെ ഡിസ്കൗണ്ട് അടിച്ചിട്ടാണ് വരിക. അപ്പോൾ നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും, നമുക്ക് 2% ഡിസ്കൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമറിന് മേടിക്കാം. പക്ഷേ ഇതിങ്ങനെ അയക്കുമ്പോൾ നമ്മൾ പരിചയമുള്ള ആളായതുകൊണ്ട് ആ പേയ്മെന്റ് കിട്ടി. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും ബാങ്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് പോകും. വലിയ എമൗണ്ടുകൾ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. 2% അല്ലെങ്കിൽ 2.2% ഒക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും നോട്ടീസ് ചെയ്യാം. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ബാങ്കിനോട് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർക്കും ഇതിന് യാതൊരു വിവരമില്ല. ഗൂഗിൾ പേയോട് ചോദിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പക്ഷേ ഇതിന്റെ എന്താണ് ഒരു പോം വഴി എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം. ബാക്കി ഇതിനുള്ള പോം വഴി എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും. കാരണം നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെറിയ എമൗണ്ട് ആയിരുന്നാലും പല തുള്ളിപ്പരുവെള്ളം എന്ന് പറഞ്ഞ കുറച്ച് പോയപ്പോൾ അത്യാവശ്യം നമ്മുടെ പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. മാക്സിമം ഈ അറിവ് എല്ലാവർക്കും, പ്രധാനപ്പെട്ട ബിസിനസ്സുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂജ് എമൗണ്ട് പോയിക്കൊണ്ടിരിക്കും. ഗൂഗിൾ പേയുടെ അടുത്ത കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യാം. അതിനുള്ള പോകും വഴികൾ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണക്കാർക്കാണ് ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ട്. ബാങ്കുകൾക്കും അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ പൈസ പിടിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴായാലും എന്ത് കാര്യങ്ങളായാലും നമ്മുടെ പേയ്മെന്റ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വരുന്ന പേയ്മെന്റുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള രീതികൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ കമന്റുകളിൽ എന്തെങ്കിലും ഇതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കൂടുതൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ അയക്കുക. അപ്പോൾ അടുത്ത ഇതേപോലെയുള്ള വൈറ്റൽ ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ, ദിസ് ഇസ് രാജീവ്.